ഒത്തിരിയേറെ വേദനകളുള്ളവരാണ് നമ്മളിൽ പലരും, അല്ലേ? പലവിധ വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനൊരു ജീവിതം വേണ്ട, എല്ലാം തകർന്നു പോയി, ഇനി എനിക്ക് ഇതിൽ നിന്നും രക്ഷയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. പലപ്പോഴും നമ്മുടെ വേദനകളിൽ 2 തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ഒന്നാമത്തെ തീരുമാനം എന്തെന്നറിയോ? ആ വേദനയോടെ തന്നെ ജീവിതത്തിന്റെ അവസാനം വരെ വേദനിച്ച് കഴിയാം. അതോടൊപ്പം ആ വേദന തന്ന വ്യക്തിയോട് അമർഷം പൂണ്ടും ആ വേദന തന്ന സാഹചര്യങ്ങളോട് ദേഷ്യം മനസ്സിൽ വെച്ചും ജീവിക്കാം, അല്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? അങ്ങനെ ദേഷ്യവും പകയും ഒക്കെ മനസ്സിൽ വെച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ആ വേദനിപ്പിച്ച വ്യക്തിയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ തീരുമാനമാണ് വളരെ സുന്ദരമായ തീരുമാനം. എന്താണെന്നറിയോ? ആ വേദനിപ്പിച്ച സാഹചര്യങ്ങളോടും വ്യക്തികളോടും ഒക്കെ ക്ഷമിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു